ഒബ്ജക്ഷൻസ് നമ്മളെ സെല്ലിംഗ് ചാൻസസ് കൂട്ടുക ചെയ്യുക. സാധാരണ രീതിയിൽ ഇത്ര എക്സ്പേർട്ട് അല്ലാത്ത സെയിൽസിൻ്റെ ആളുകൾ ഒരു കസ്റ്റമർ ഒരു ഒബ്ജക്ഷനായിട്ട് വരുമ്പോൾ ഡീമോട്ടിവേറ്റഡ് ആവും. സത്യത്തിൽ ഒബ്ജക്ഷൻ നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അല്ലെങ്കിൽ നമുക്ക് ആ കസ്റ്റമറായിട്ട് ഒരു റാപ്പോ ബിൽഡ് ചെയ്യാനുള്ള, റാപ്പോ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം ഒരാൾ ഒരു പ്രൊഡക്റ്റ് ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആക്ച്വലി അയാൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി വരും. അതായിരിക്കും അയാൾ ഒബ്ജക്ഷൻ്റെ ഒരു കാരണം. അതല്ലെങ്കിൽ അയാൾക്കൊരു റീഅഷുറൻസ് വേണ്ടി വരും, അയാൾക്കൊരു ഉറപ്പ് വേണ്ടി വരും. അയാൾ പെടുമോ എന്നുള്ള ഒരു പേടി ഉണ്ടാവുമല്ലോ, അതിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ, ഒരു റീഅഷുറൻസ് അയാൾക്ക് വേണ്ടി വരും. ഈ ഒബ്ജക്ഷൻ എന്നതിൻ്റെ അർത്ഥം തന്നെ ആ കസ്റ്റമർ ആ പ്രൊഡക്റ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ സർവീസ് കൺസിഡർ ചെയ്യുന്നുണ്ട് എന്നതാണ് അതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് ഒരു ക്വസ്റ്റ്യനും അയാൾക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത അർത്ഥം.